പ്രിയമുള്ളവരെ, ക്രിസ്മസ് ഓർമ്മകളുടെ വേലിയേറ്റങ്ങൾ ഏറെയുള്ള കാലം. ഒരു പുരോഹിതൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസങ്ങൾ ഉൾപ്പെടുന്ന കാലം. പക്ഷേ ഓരോരുത്തരും വ്യത്യസ്തമായ ചില അനുഭവങ്ങളിലൂടെ ചിലപ്പോൾ കടന്നുപോയേക്കും. ഹൃദയത്തെ ഒരുപാട് സ്പർശിക്കുന്ന ചില കാഴ്ചകളിലൂടെയുള്ള യാത്ര. ഈ യാത്രയിൽ ചില ചിന്തകളും അനുഭവങ്ങളും നിങ്ങളെ തൊട്ടേക്കാം. കാരണം ഇത് ജീവിതമാണ്. സ്നേഹപൂർവം ഞങ്ങൾ അവതരിപ്പിക്കുന്നു രക്ഷകന്റെ നക്ഷത്രങ്ങൾ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി. മോനെ, ആഹാ, ചാച്ചൻ എഴുന്നേറ്റോ? ശബ്ദം കുറച്ച് കൂടുതലാണല്ലേ? ഞാനുടനെ ഓഫ് ചെയ്തോളാം. ക്രിസ്മസ് ഒക്കെ അല്ലേ, നമ്മൾ വിളിച്ചു പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് ഇന്നിതൊക്കെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നത്? മോനെ, ഇന്ന് കുർബാനയ്ക്ക് നീ ഒരു കാര്യം കൂടെ പ്രാർത്ഥിക്കണം. ഈ ക്രിസ്തുമസ് കൂടെ കണ്ടിട്ട് എന്നെ അങ്ങ് കർത്താവ് തിരിച്ചു വിളിക്കാൻ. അതെന്നാ ചാച്ച അങ്ങനെയൊക്കെ പറയുന്നത്? എന്നോടെന്നും എന്താ പറഞ്ഞു തന്നിരുന്നത്? ഈ ലോകത്തിൽ എന്തൊക്കെ സഹനങ്ങൾ ദൈവം തന്നാലും അതൊന്നും എതിര് പറയാതെ നമ്മൾ സ്വീകരിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസം എന്ന്. എന്നിട്ടിപ്പോൾ ആ ധൈര്യമൊക്കെ ചാച്ചൻ എവിടെ പോയി? മിടുക്കനായി കിടന്നോ? മാധവൻ ചേട്ടൻ ഇപ്പോൾ വരും. ഞാൻ കുർബാനയുമായി വരുമ്പോഴേക്കും ഒരുങ്ങിയിരുന്നോണം. ആ മാധവൻ ചേട്ടാ, യൂറിൻ ബാഗ് ക്ലീൻ ചെയ്തിട്ടുണ്ടേ. ഞാൻ പള്ളിയിൽ പോവുക. ബാക്കിയൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ശരീരമൊക്കെ ഒന്ന് തുടയ്ക്കണം കേട്ടോ. ഞാനൊരല്പം താമസിച്ചു പോയി. അവൾക്ക് രാവിലെ ഒരു ചെറിയ തലകറക്കം പോലെ, അതാണ്. ആണോ? എന്നിട്ട്? അത് പ്രശ്നമില്ല. ഇന്നലെ പ്രഷറിൻ്റെ ഗുളിക കഴിച്ചില്ല, അതാ. മറന്നുപോയി എന്ന്. ഇനി അതും കൂടെ നമ്മൾ എടുത്തു കൊടുക്കേണ്ടി വന്നാ എന്നാ ചെയ്യൂ അച്ചോ? മാധവൻ ചേട്ടാ, ചിലതിനൊന്നും നമ്മൾ കണക്ക് വയ്ക്കരുത്. കാരണം അത് നമ്മുടെ കടമയാണ് കേട്ടോ. തിങ്കൾ കലപാടി. എൻ്റെ മോൻ ഒരു ഭാഗ്യം കെട്ടവനാണല്ലേ. ഒരു വൈദികനായിട്ടും കിടപ്പ് രോഗിയായി പോയ അപ്പനെ കൂടെ ചുമക്കേണ്ടി വന്നവൻ. ഞാൻ പറഞ്ഞതാ, എന്നെ ഏതെങ്കിലും അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി നിർത്തിയാൽ മതിയെന്ന്. പക്ഷേ അവൻ സമ്മതിക്കത്തില്ല. അപ്പനെ അനാഥ മന്ദിരത്തിൽ നിർത്തിയിട്ട് സുവിശേഷം പ്രസംഗിച്ചാൽ ആ സുവിശേഷം കള്ളമാണെന്ന്. സ്വന്തം അപ്പനെ പൊന്നുപോലെ കൂടെ നിർത്തി നോക്കുന്ന അദ്ദേഹം ഈ ലോകത്തിലെ ഒരുപാട് പേർക്കൊരു മാതൃകയല്ലേ. എൻ്റെ വീട്ടിൽ തന്നെ നോക്ക്. ഏതോ ഒരു പെണ്ണിനെ കിട്ടിയപ്പോൾ അപ്പനെയും അമ്മയെയും ഉപേക്ഷിച്ച് അവൻ അവളുടെ വീട്ടിൽ പോയി നിൽക്കുക. ഒന്ന് അന്വേഷിക്കുന്നു പോലുമില്ല. 2 അറ്റാക്ക് കഴിഞ്ഞ് എനിക്ക് എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് അച്ഛൻ ഈ ജോലി തന്നത്. അച്ഛൻ രക്ഷിച്ചത് ഞങ്ങളുടെ ജീവിതം കൂടിയാണ്. അവൻ അങ്ങനെയാ.
ഞാൻ പഠിപ്പിച്ചു കൊടുത്ത നന്മയുടെ സുവിശേഷമൊക്കെ അവനിപ്പം ജീവിച്ച് കാണിക്കുക. ചേട്ടനൊന്നും സംഭവിക്കില്ല. സ്വർഗത്തിൽ പോലും കിട്ടാത്ത ഒരു കാവൽ മാലാഖയല്ലേ ദൈവം അപ്പച്ചനിവിടെ തന്നേക്കുന്നത്. അഥവാ അവൻ വരുമ്പോഴേക്കും അവന് കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിക്കോ. പിന്നെ ഞാനിവിടെ കിടന്ന് കുർബാന കൂടട്ടെ. എൻ്റെ മകൻ്റെ കുർബാന എത്ര നാൾ കൂടാനാവുമെന്ന് അറിഞ്ഞുകൂടാ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയുടെ ബലി അർപ്പിക്കാം. അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഹാ, ആരിത്? ചാർലിയോ? ഇരിക്ക്. കുറേ നാളായല്ലോ പള്ളിയിലോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട്. എന്താ, എന്നോട് പിണക്കം വല്ലതും ആണോ? ഓ, എനിക്കാരോടും പിണക്കമൊന്നുമില്ലേ. പിന്നെ അച്ഛനോടൊന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറയാൻ വന്നതാണ്. ഞാൻ പറഞ്ഞതല്ല, കരക്കാർ പറയുന്നതാണ്. അച്ഛൻ്റെ അപ്പനെ നോക്കാൻ പള്ളിയിൽ നിന്നും ചെലവെടുക്കുന്നു എന്നും പള്ളിക്കണക്കിൽ എന്തോ കൃത്രിമത്വം കാണിക്കുന്നുണ്ട് എന്നും ഒക്കെ ആരൊക്കെയോ പറഞ്ഞു പരത്തുന്നുണ്ട്. ചാർലി, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് പറഞ്ഞോട്ടെ. പള്ളിക്കണക്കിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ ഞാൻ കാണിച്ചു കൊടുക്കാം. എല്ലാം പള്ളി കമ്മിറ്റിക്കാർക്ക് മുമ്പിൽ കൃത്യമായി അവതരിപ്പിച്ചിട്ടുള്ളതുമാണ്. പിന്നെ എൻ്റെ അപ്പനെ ഞാൻ നോക്കുന്നതിനെക്കുറിച്ച് ആരും വിഷമിക്കേണ്ട. എനിക്ക് ആരോഗ്യമുള്ളിടത്തോളം കാലം എൻ്റെ അപ്പനെ ഞാൻ നോക്കും. ഒറ്റപുത്രനായിട്ടും ഭാര്യ മരിച്ചുപോയിട്ടും എൻ്റെ വൈദികനാകാനുള്ള സ്വപ്നത്തിന് കാവലിരുന്ന യൗസേപ്പിതാവാണ് എൻ്റെ ഈ അപ്പൻ. ആ അപ്പനെ നോക്കാൻ എനിക്കൊരു പള്ളിയുടെ നേർച്ചക്കാശ് വേണ്ട. അയ്യോ, എനിക്ക് സംശയമൊന്നുമില്ലേ. ഇതൊക്കെ എനിക്കറിയാം. നാട്ടുകാരുടെ വായടപ്പിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചാർലി, കഴിഞ്ഞ ദിവസം ഒരാളുടെ അപ്പനിവിടെ വന്നായിരുന്നു. എല്ലാം കൊടുത്തു കഴിഞ്ഞും കിടപ്പാടും കൂടെ എഴുതി കൊടുത്തില്ലെങ്കിൽ അപ്പന് കൊട്ടേഷൻ കൊടുക്കുന്ന മകൻ ഭീഷണിപ്പെടുത്തിയെന്നും പറഞ്ഞ്. ആളെ ചാർലിക്ക് പരിചയമുണ്ടല്ലോ അല്ലേ? അച്ഛനപ്പം നമ്മക്കിട്ടാണല്ലേ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അച്ഛനാണോ അമ്മയാണോ എന്നൊന്നും ഞാൻ നോക്കത്തില്ല. ചാർലി, വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതാണ് മക്കൾ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം. അവരുടെ സന്തോഷങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യം. പിന്നെ ഈ നാട്ടുകാരാണ് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അച്ചോ, ചാർലി ഇറങ്ങുക. ഉപദേശം എനിക്ക് പണ്ടേ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെപ്പോലെയുള്ളവരുമായി അധികം മിണ്ടാത്തത്. എന്നാ പോട്ടെ അച്ചോ. ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസിൻ്റെ അന്ന് ഞാൻ വികാരിയച്ഛനൊരു കരിമരുന്ന് കലാപ്രകടനം വെച്ചിട്ടുണ്ട്. അച്ചോ, വിഷവിത്താണവൻ. എൻ്റെ പെണ്ണുമ്പിള്ളയുടെ അസുഖവും പറഞ്ഞ നാട്ടുകാരുടെ മുഴുവൻ കയ്യിൽ നിന്നും പിരിച്ചെടുത്തിട്ട് അവസാനം ഞങ്ങൾക്ക് കിട്ടിയത് വെറും 50,000 രൂപ. 5 ലക്ഷം പിരിച്ചതിൽ ബാക്കി മുഴുവൻ അവൻ കൊണ്ടുപോയി. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ലക്ഷ്മിക്ക് ആ ഓപ്പറേഷൻ നന്നായി നടന്നുപോയേനെ. പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് പറഞ്ഞു. അവനത് ചെയ്യുവച്ചോ, അവൻ അത്രക്കാരനാ. എൻ്റെ മാധവൻ ചേട്ടാ, മനുഷ്യൻ എന്താ ഇങ്ങനെയെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. ആത്മാവടഞ്ഞു പോയാൽ പിന്നെ ഒരു നന്മയ്ക്കും അവനെ സ്വാധീനിക്കാനാവില്ല. എൻ്റെ കർത്താവേ. മോനെ മോനെ ആ, ചാച്ചൻ വിളിച്ചോ? മോനെ, അവിടെ നടന്നൊക്കെ ഞാൻ കേട്ടു. ആരെയും നമ്മൾ ഉപേക്ഷിക്കരുത്. ഒരാത്മാവിനെയും കളയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല.
ആ പോയ മകനും ദൈവത്തിൻ്റെ പുത്രനാ. എൻ്റെ ഈ സഹനങ്ങൾ ഞാൻ അവന് വേണ്ടി സമർപ്പിച്ചോളാം. ഈ ക്രിസ്മസ് ചാർലിക്ക് വേണ്ടിയുള്ളതാ. കുർബാനയിൽ അവനെ ഓർത്ത് നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഉത്തരം തരും മോനെ. എൻ്റെ ചാച്ച, ഞാനിവിടെ വന്നപ്പോൾ മുതൽ ഇങ്ങനെ ഓരോന്നും പറഞ്ഞു വരുത്തി ആളുകളെ വഴിതെറ്റിക്കുന്നത് അയാളാണ്. എനിക്ക് ചിലപ്പോൾ നല്ല ദേഷ്യവും വിഷമമൊക്കെ വരും. ഇപ്പം തന്നെ പറഞ്ഞു കേട്ടില്ലേ? മോനെ, നീ ഇപ്പോൾ ചിന്തിക്കുന്നത് ഒരു സാധാരണക്കാരനെ പോലെയാ. മറിച്ച് ഈശോയെ പോലെ ചിന്തിക്കേ. കാരണം നീ ഒരു വൈദികനാ. മോനെ, ചാർലിക്ക് മാനസാന്തരം ഉണ്ടാകുന്നതുവരെ ഞാൻ എൻ്റെ നാവിനെ അടക്കുകയാണ്, സക്രിയയെ പോലെ. വിളിക്കണ്ട മാധവൻ ചേട്ടാ. ചാച്ചനൊരു തീരുമാനം എടുത്താൽ ജീവൻ പോയാലും അത് തെറ്റിക്കത്തില്ല. എനിക്കറിയാം. ശാന്തരാത്രി തിരുരാത്രി പുൽക്കുടിലിൽ പൂത്തൊരു രാത്രി, വിണ്ണിലെ താരകദൂതരിറങ്ങിയ മണ്ണിൻ സമാധാന രാത്രി. ഉണ്ണി പിറന്നു, ഉണ്ണി യേശു പിറന്നു. ചാച്ചാ, ആഘോഷങ്ങളും ആരവങ്ങളും ഒക്കെ കഴിഞ്ഞു. പാതിരാ കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയി. എനിക്കറിയാം ചാച്ചൻ എന്നോട് എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന്. ആ ചാർലി വന്നോന്നല്ലേ? ഇല്ല ചാച്ചാ, ചാച്ചനെപ്പോലെ ഞാനും പ്രാർത്ഥിക്കുകയായിരുന്നു അവനിന്ന് പള്ളി വരണമെന്ന്. പക്ഷേ ഒന്നെനിക്കറിയാം, എൻ്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിലും എൻ്റെ ചാച്ചൻ്റെ സഹനത്തിൽ കുതിർന്ന ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ കർത്താവിനാവില്ലെന്ന്. അവൻ മറ്റേതെങ്കിലും പള്ളിയിൽ പോയിട്ടുണ്ടാവും. ചാച്ചൻ ഒന്ന് സംസാരിക്കേ. എനിക്ക് ചാച്ചൻ്റെ ശബ്ദം കേൾക്കുന്നത് ദൈവത്തിൻ്റെ ശബ്ദം പോലെയാ. പ്ലീസ് ചാച്ച, എന്നോടൊന്ന് സംസാരിക്കേ. എനിക്കറിയാം ചാച്ചനിപ്പോൾ ചിന്തിക്കുന്നത് എന്താണെന്ന്. അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ ഞാൻ വാക്ക് പറഞ്ഞത് ദൈവത്തിൻ്റെ മുമ്പിലാണ്, മനുഷ്യൻ്റെ മുമ്പിലല്ല എന്നല്ലേ? ആയിക്കോട്ടെ, ഈ ക്രിസ്മസ് കേക്കെങ്കിലും ഒന്ന് വാങ്ങുമോ എൻ്റെ കയ്യിൽ നിന്ന്? ചാച്ചാ, ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഇതുപോലിരുന്ന് എനിക്കൊന്ന് മരിച്ചു പോകാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. കാരണം എൻ്റെ ദൈവത്തിൻ്റെ മടിത്തട്ട് കിടക്കുന്ന പോലെയാ എൻ്റെ ചാച്ചൻ്റെ കയ്യിൽ ഇങ്ങനെ തല ചായ്ച്ചു വയ്ക്കുമ്പോൾ. പണ്ട് ക്രിസ്മസ് രാത്രി എനിക്കായി പൊതിഞ്ഞു കൊണ്ടുവന്ന ക്രിസ്മസ് സമ്മാനങ്ങളാ ഇന്നെന്നെ ഒരു പുരോഹിതനാക്കിയത്. ജീവിതം സമ്മാനമായി കൊടുക്കാനുള്ള ഈ വിളി നൽകിയത്. എൻ്റെ അമ്മയുടെ ചൂട് ഈ കൈത്തലങ്ങളിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ചാച്ച.
വാതിലടയ്ക്കൂ. അടയ്ക്കാൻ വേഗം, ഇല്ലെങ്കിൽ ഞാൻ തീർത്തു കളയും. ചാർലിയോ, നീ എന്താ ഇവിടെ? ഇതെന്റെ അവസാനത്തെ രാത്രിയാണ്. ചാർലി, അരുത്. ഇല്ല, നാണം കെട്ടവനായി ചാർലി ഇനി ഈ ഭൂമിയിൽ വേണ്ട. എല്ലാം ചെയ്തത് എൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. നാളെ അവളുടെ കല്യാണമാണ്. എന്നിട്ട് അവളിപ്പോൾ ഏതോ ഒരു തെരുവ് ചെക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയെന്ന്. അവൾക്കുള്ള മറുപടി ഇതാണ്: എൻ്റെ ജീവൻ. അരുത്, നീ ചെയ്യുന്നത് പാപമാണ്. എനിക്ക് പാപവും പുണ്യവും ഒന്നും ഇനിയില്ല. എൻ്റെ ശവം അവൾക്കുള്ള മറുപടിയാണ്. കൊണ്ടും കൊടുത്തും ഞാൻ ഉണ്ടാക്കിയത് മുഴുവൻ അവൾക്ക് വേണ്ടി മാത്രമാണെന്ന് അവൾക്ക് അറിയാവുന്നതാണ്. എന്നിട്ടും അവൾ എന്നെ ചതിച്ചു. വിട്. ചാർലി, പറയുന്നത് കേൾക്ക. തോക്കിൽ നിന്ന് വിടാൻ. ചാർലി, തോക്ക് താഴെയിടാൻ, തോക്ക് താഴെയിടാൻ. ഇന്ന് ക്രിസ്തുമസ് ആണ്. കൊല്ലാനും ചാകാനുമല്ല, സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ചവന്റെ രക്ഷകന്റെ ജന്മദിനം. എങ്ങനെ? എന്റെ ഉണ്ണീശോയെ, മോനെ നോക്കിയേ, ചാച്ചൻ, മോനെ ചാച്ചൻ. എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. ഇത് അത്ഭുതമാണ്, അത്ഭുതം. അല്ല ചാർലി, ഇത് അടയാളമാണ്. നിനക്ക് വേണ്ടി മാത്രം രക്ഷകൻ തന്ന അടയാളം. അന്ന് രക്ഷകനിലേക്ക് എത്തിക്കാൻ രാജാക്കന്മാർക്ക് മുമ്പിൽ തെളിഞ്ഞ നക്ഷത്രം പോലെ ഇത് നിനക്ക് വേണ്ടി മാത്രം ഉദിച്ച നക്ഷത്രമാണ്. രക്ഷകന്റെ നക്ഷത്രം. ഓരോ മനുഷ്യർക്ക് വേണ്ടിയും ദൈവം നക്ഷത്രങ്ങളെ അയക്കുന്നുണ്ട്. രക്ഷകനിലേക്ക് വഴി വീണ്ടും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന നക്ഷത്രങ്ങൾ. അവയെ തേടിയാവട്ടെ ഈ ക്രിസ്മസിന്റെ യാത്രകൾ. നന്ദി.